അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഒരു ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാമിൽ ഞാൻ നടത്തിയ ഒരു മതപ്രഭാഷണം, ഒരു വഅദ് എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ പ്രഭാഷണത്തിൻ്റെ ഒരു 1.5-2 മണിക്കൂറോളം പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗത്തിൻ്റെ പ്രസക്തമായ കുറച്ച് ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താ ഉസ്താദെ ഫുൾ വീഡിയോ, ആ പ്രസംഗത്തിൻ്റെ ഫുൾ വീഡിയോ ഇടാത്തത്? ഫുൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായും രാവിലത്തെ വീഡിയോയിൽ കൊടുത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഘട്ടം ഘട്ടമായിട്ട് ഓരോ വിഷയങ്ങളും പറഞ്ഞത് നമ്മുടെ ചാനലിൽ ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളായിരുന്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. നബി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരക്കുട്ടികളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കിടയിൽ ഹസൻ ഹുസൈൻ എന്ന ആ 2 പേർക്കിടയിൽ ഏകദേശം 1-2 വയസ്സ് വ്യത്യാസമാണ് ഈ 2 സഹോദരന്മാരും തമ്മിൽ ഉള്ളത്. അവർക്കിടയിലുണ്ടായ ചില പിണക്കങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, ചില കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എന്നിട്ട് അവരെങ്ങനെയാണത് പരിഹരിച്ചത്. അവരൊക്കെ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പിണക്കങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതൊക്കെ നമ്മളെ പരിഹരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിജയി നമ്മളാകുന്നത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമുക്ക് കേൾക്കാം. കൂടാതെ പലരും പറയുന്നു ജീവിതത്തിൽ ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, എപ്പോഴും അസുഖങ്ങളാണ്, എപ്പോഴും പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്. അതൊക്കെ ഒരുപക്ഷെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറാൻ ചില ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടുള്ള ഏകദേശം ഒരു 20-22 മിനിറ്റ് മാത്രമുള്ള ദൈർഘ്യമുള്ള ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലം, അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ കാണണേ. ഒരുപാട് പേര് ഈ പ്രസംഗം കേട്ടിട്ടുണ്ട്. പലരും അൽഹംദുലില്ലാ നല്ല അഭിപ്രായം പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പം ശകലമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ കാണുക, നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലായി രേഖപ്പെടുത്തുക. ഒരുപാട് പേര് ദുആ വസിയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അപ്പോൾ നമുക്ക് ആ ഓപ്പൺ സ്റ്റേജ് പരിപാടിയുടെ പ്രോഗ്രാമിന്റെ ആ പ്രസംഗത്തിന്റെ ഒരു അല്പ ശകലം ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ടിട്ട് വരാം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആരോടാണ് പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖാദിമായിരുന്ന, ഏകദേശം 10-ലധികം വർഷം ഖാദിമായിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാ. വിളിച്ചിട്ട് പറയുകയാണ്, യാ ബുനയ്യ, ഓ പൊന്നുമോനെ അനസേ, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ, നിന്റെ വീട്ടിലേക്ക് നീ പ്രവേശിച്ചാൽ, ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാ, നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയുണ്ടാവാ, നിന്റെ ഭാര്യയുണ്ടാവാ, നിന്റെ മക്കളുണ്ടാവാ, നിന്റെ വാപ്പയുണ്ടാവാ, നിന്റെ സഹോദരി ഉണ്ടാവാ, നിന്റെ സഹോദരൻ ഉണ്ടാവാ, നിന്റെ മരുമക്കളുണ്ടാവാ, നിന്റെ പേരക്കുട്ടികളുണ്ടാവാ. ആരാണോ വീട്ടിലുള്ളത് അവരോട് നീ സലാം പറയണേ അനസേ. നിന്റെ വീട്ടുകാരിലും അല്ലാഹു ബറക്കത്ത് നിലനിർത്തി തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നമ്പർ 2, സലാം പറയുക. എല്ലാവർക്കും മടി. വടക്കനോത്ത് പള്ളിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹാഷിം ഉസ്താദ് മറ്റു ഉസ്താദുമാർ അവിടെ നിൽക്കും. അപ്പം തന്നെ അസ്സലാമു അലൈക്കും ഉസ്താദ്, അസ്സലാമു അലൈക്കും, നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ എന്നൊക്കെ പറയും. പക്ഷേ ഈ കാക്ക വീട്ടിൽ ചെന്ന പെണ്ണുമുള്ളയുടെ സലാം പറയോ? ഞാൻ ചോദിക്കട്ടെ, ഭാര്യമാരോട് സലാം പറയുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവെക്കാൻ പറഞ്ഞാൽ കൈവെക്കോ? ഭാര്യമാരോട് സലാം പറയുന്ന ഭർത്താക്കന്മാർ അൽഹംദുലില്ലാ എൻ്റെ ആളുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭർത്താക്കന്മാരോട് സലാം പറയുന്ന എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവരും കൈവെക്കും. കാരണം അവർക്കൊക്കെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനോട് സലാം പറയുക, അവരോട് ഇഷ്ടത്തോടു കൂടി പെരുമാറുക, അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഭർത്താക്കന്മാരായ നമ്മളാണ് പലപ്പോഴും അതിന് വിലങ്ങുതടിയായി മാറുന്നത്. ഇനി മുതൽ നഷ്ടപ്പെട്ടാൽ അത് വലിയ നാശമാണ്. അതുകൊണ്ട് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് സലാം പറയണേ. നമ്മുടെ വീട്ടിലുള്ളവരോട് സലാം പറയണേ, ഭാര്യയോട് സലാം പറയണേ, ഭർത്താവിനോട് സലാം പറയണേ. ഇനിയോ
ഈ വെണ്ണല പ്രദേശത്ത് ഏതെങ്കിലും അല്ലെ ഭർത്താക്കന്മാര് ഗൾഫിലുണ്ടെങ്കിൽ ആ ഭർത്താവിനെ വിളിക്കുന്ന സമയത്ത് എന്റെ ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് വിളിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അങ്ങോട്ട് സലാം പറയണം. ഇന്ന് വരെ കെട്ടിച്ചതിന് ശേഷം 30 വർഷമായി, കല്യാണം കഴിഞ്ഞ് 20 വർഷമായി, ഇന്ന് വരെ ഭർത്താവിനോട് ഒരു സലാം പോലും പറയാത്ത എത്രയോ ദമ്പതിമാരാണുള്ളത്, എത്രയോ സഹോദരിമാരാണുള്ളത്. പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തോടുകൂടി കഴിയുക? അതുകൊണ്ട് സലാം പറയാൻ വിട്ടുപോകരുതേ. സലാം പറയുകയെന്ന് പറഞ്ഞാൽ അത് ബറക്കത്ത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി തരുന്ന കാര്യമാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവിയുടെ കല്യാണത്തിന്റെ തലേ ദിവസം കടന്നു വരികയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ഫാത്തിമയാകുന്ന തന്റെ പൊന്നുമോളെ വിളിക്കുകയാ. പൊന്നുമോളാകുന്ന ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുന്നു, മോളെ, നാളെ മുതൽ നീ മറ്റൊരാളുടെ ഭാര്യയായിട്ട് പോവുകയല്ലേ, അലിയാര് തങ്ങളുടെ ഭാര്യയല്ലേ പൊന്നുമോളെ. അതുകൊണ്ട് നീ നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ഉമ്മമാരെ ശ്രദ്ധിച്ചു കേൾക്കണേ. നിങ്ങളുടെ മക്കളെ പെൺമക്കളാവട്ടെ ആൺമക്കളാവട്ടെ, എന്റെ ഉപ്പമാരെ, നിങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുമ്പോ അവരോട് ചില ഉപദേശങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. വാപ്പമാര് ഉപദേശിക്കണം, ഉമ്മമാര് ഉപദേശിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഉപദേശം എന്തായിരിക്കണമെന്നറിയോ? അമ്മായിയമ്മയെ നീ കൂടുതൽ നിന്റെ തലേ കയറ്റി വെക്കരുത് എന്ന ഉപദേശമല്ല, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തണമെന്ന ഉപദേശമല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മകളാകുന്ന ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറയുന്ന ഉപദേശം, മോളെ ഫാത്തിമ, നീ അതാ നാളത്തെ നിന്റെ നിക്കാഹിന്റെ കർമ്മം കഴിഞ്ഞിട്ട് പോകുന്നത് നീ അലിയാര് തങ്ങളുടെ വീട്ടിലേക്കല്ലേ. അലിയിന്റെ വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ, നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുന്ന സമയത്തെല്ലാം വഖറഈ അലൈഹിസ്സലാം, സലാം പറയണേ മോളെ, സലാം പറയണേ മോളെ. ഒന്നാമത്തെ ഉപദേശം സലാം പറയണേ എന്ന. വീട്ടിലേക്ക് കടക്കുമ്പോ വീട്ടിൽ ആരാണോ ഉള്ളത് അവരോട് സലാം പറയണം. ഏതെന്താ? ബറക്കത്തുണ്ടാകും. 2, അത് പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം, ആണുങ്ങളും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, മഹദിയായ ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, മോളെ ഫാത്തിമ, നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ വീട്ടിലും നിന്റെ വീട്ടുകാരിലും നിന്റെ മക്കളിലും നിന്റെ പേരക്കുട്ടികളിലുമൊക്കെ ബറക്കത്തുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് വലത് കാലുകൊണ്ട് വെക്കണേ. വലത് കാലുകൊണ്ടായിരിക്കണം ആദ്യം പ്രവേശിക്കേണ്ടത്. വലത് കാല് വെച്ചിട്ട് വേണം വീട്ടിലേക്ക് കടക്കാൻ. പോരാ, ആ വലത് കാല് വെക്കുകയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം കൂടി നീ പറയണേ മോളെ ഫാത്തിമ. എന്നാൽ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ ഉമ്മമാരെ, എന്റെ ഉപ്പമാരെ, ഈ പരിശുദ്ധമായ വഅദിന്റെ മജ്ലിസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ ഇന്നു മുതൽ നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണ്. ഇതുവരെ ഒരുപാട് കടങ്ങളായിരുന്നു ഉസ്താദേ, ഒരുപാട് പ്രയാസങ്ങളായിരുന്നു, ഒരുപാട് ദുഃഖങ്ങളായിരുന്നു. കച്ചവടത്തിൽ ഖൈറില്ല, മക്കളിൽ ഒരു അനുസരണയില്ല, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ദുആരക്കണേ എന്ന് എത്രയോ ഉമ്മമാരാ ഉപ്പമാരാ പറയുന്നത്. എനിക്ക് അവരോട് ആദ്യമായും അവസാനമായും പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കുറവുണ്ടോ? അതിനുള്ള കാരണം നമ്മൾ തന്നെയാ. അതുകൊണ്ട് വീട്ടിലേക്ക് ഇനി മുതൽ പ്രവേശിക്കുമ്പോ വലത് കാല് വെച്ചിട്ട് വേണേ വീട്ടിലേക്ക് പ്രവേശിക്കാൻ. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം കൂടി നിങ്ങൾ പറയണേ. എന്നാൽ വീട്ടിൽ ബറക്കത്തുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മോളാകുന്ന ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ മറന്നുപോയോ? ഒന്നാമത്തേത് ദുആ, രണ്ടാമത്തേത് സലാം പറയണം. 3, വീട്ടിലേക്ക് കടക്കുമ്പോ വലത് കാലുകൊണ്ട് കടക്കുക. 4, വീട്ടിലേക്ക് കടക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയൂ. ഇതൊക്കെ എന്താ? ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ കാരണമാണ്.
ഇനിയോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അതേതാണ്? ജീവിതത്തിൽ ഖൈറുണ്ടാവാൻ, ബറക്കത്തുണ്ടാവാൻ, രോഗങ്ങളെ തൊട്ട് വലിയ വലിയ രോഗങ്ങളെ തൊട്ടുള്ള വലിയ കാവലുണ്ടാവാൻ, സലാമത്തുണ്ടാവാൻ, നമ്മുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, കഷ്ടനഷ്ടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയുകയാ, സിലത്തുർ റഹിം വേണേ, കുടുംബ ബന്ധം ചേർക്കണേ സ്വഹാബത്തേ. കുടുംബ ബന്ധം ചേർക്കുക. ഇന്ന് അത് പറയുമ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച പള്ളിയില് ഇങ്ങനെ പറഞ്ഞു, പ്രസംഗിച്ചു. എന്ത്? കുടുംബ ബന്ധം ചേർക്കണേ, പിണങ്ങിയവരോട് ഇണങ്ങണേ, എന്നാലാണ് നമുക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂ, നമ്മുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂ എന്ന് പറഞ്ഞപ്പോ ഒരാൾ വന്ന് ചോദിക്കുന്നു, ഉസ്താദ് എന്തുട്ട് വർത്തമാനമാ പറയുന്നത്? പിണങ്ങി എന്ന് വിചാരിച്ച് നിസ്കാരം സ്വീകരിക്കാതിരിക്കോ? പടച്ചോൻ അത്രക്ക് ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചു. പിണങ്ങി എന്ന് വെച്ച് സഹോദരന്മാർ തമ്മിൽ പിണങ്ങി, വാപ്പ ഉമ്മ അവർ തമ്മിൽ പിണങ്ങി, വാപ്പയോട് മക്കളോടൊക്കെ പിണങ്ങി എന്ന് വിചാരിച്ച് ചെയ്യുന്ന നിസ്കാരമൊക്കെ സ്വീകരിക്കില്ലെന്നാണോ? അതെ, സ്വീകരിക്കില്ലെന്നാണ്. ഇതെന്റെ വകയായിട്ട് ഞാൻ പറഞ്ഞതല്ല. കർണ ബദലി റസൂലോം കി ഹോതി രഹി, ചാന്ദ് ബദലി കനിക്ലാ ഹമാരാ നബി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് അവന്റെ സഹോദരനോടോ അവന്റെ കുടുംബാദികളോടോ 3 ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതിരുന്നാൽ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണേ, അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കരുത്. മാക്സിമം 3 ദിവസമാ. അതിന്റെ ഉള്ളിൽ നിങ്ങൾ സലാം പറഞ്ഞ് പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബാണ് നമ്മളോട് പറഞ്ഞത്. എന്റെ പൊന്നുസ്താദെ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാൻ എത്രയോ നാളായി എന്റെ സഹോദരനോട് പിണങ്ങിയിട്ട്, എന്റെ ഉമ്മയോട് വാപ്പയോട് മക്കളോട് മരുമക്കളോട് പേരക്കുട്ടികളോട് പിണങ്ങിയിട്ട്, എന്റെ കൂട്ടുകാരോട് അതുപോലെ എന്റെ തൊഴിലാളികളോട് എന്റെ അയൽവാസികളോട് ഞാൻ പിണങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞ് ന്യായം പറയുന്ന ആളുകളുണ്ടാകും. ഞാനൊന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബാടാ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, സിലത്തുർ റഹിം വേണേ, കുടുംബ ബന്ധം ചേർക്കണേ. കുടുംബ ബന്ധം ഇല്ല എങ്കിൽ, ആ കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, മരുമക്കളോട് പിണങ്ങിയിട്ടുണ്ടോ? മകളോട് പിണങ്ങിയിട്ടുണ്ടോ? മകനോട് പിണങ്ങിയിട്ടുണ്ടോ? ഭർത്താവിനോട് പിണങ്ങിയിട്ടുണ്ടോ? അതുപോലെ നാത്തൂന്മാരോട് പിണങ്ങിയിട്ടുണ്ടോ? ആ പിണക്കം മാറ്റിവെച്ചിട്ട് നിങ്ങൾ പരസ്പരം ഒന്ന് മിണ്ടണേ. പിണക്കമൊക്കെ മാറ്റി കുടുംബബന്ധമൊക്കെ ചേർത്ത് ജീവിതത്തിൽ വലിയ ഖൈറും സമാധാനവും ദുആയും ദിക്റും സ്വലാത്തൊക്കെ അധികരിപ്പിച്ചിട്ട് വേണം ആ നമ്മുടെ അതിഥിയാകുന്ന റമളാനിനെ സ്വീകരിക്കാൻ. അല്ലാതെ റമളാനായിട്ട് നന്നാവാൻ വിചാരിച്ച ഒരു നന്നാവില്ല, ബെടക്കാവുള്ളൂ. റജബിലും ശഅബാനിലും ഒന്നും ഇബാദത്തു അതൊന്നുമില്ല. എന്നിട്ട് റമളാൻ 1 പള്ളി തുടങ്ങി. അപ്പോ വലിയൊരു സംശയമാണ്, എന്ത് നന്നാകുവോ? പലപ്പോഴും ഉലമാക്കൾ പറയുന്നു, റമളാൻ 1 മുതൽ മാത്രം പള്ളിയിൽ കയറി റമളാൻ 30 പള്ളി നിറങ്ങുന്ന പല ആളുകൾ, നമ്മളൊക്കെ RSP എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാർ, റമളാൻ സ്പെഷ്യൽ പാർട്ടി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ അത് വെറുമൊരു കളിയാക്കലല്ല. പലപ്പോഴും ജീവിതത്തിൽ വലിയ തെറ്റുകൾ ചെയ്യുന്നത് റമളാനിനെ പരിഗണിക്കാത്തവരാണ്. റമളാനെ പരിഗണിക്കുന്നവർ റമളാനിൽ പള്ളി വരും. അതെന്താ? റമളാനിൽ പള്ളി വന്നില്ലെങ്കിൽ പിന്നെ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയാണ്. അതുണ്ടാവാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങിയവരെ, വാപ്പയോട് പിണങ്ങിയവരെ, ആ പിണക്കമൊന്ന് നിങ്ങൾ മാറ്റണേ. അറിയുമോ മഹാന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ? ആരാണ്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളാണല്ലോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ. രണ്ടുപേരും സഹോദരങ്ങളാ. എവിടെ പോയാലും രണ്ടുപേരും ഒന്നിച്ചാണ് പോകുന്നത്. പള്ളിയിലേക്ക് പോയാലും അതുപോലെ തന്നെ കച്ചവടത്തിന് പോയാലും അങ്ങാടിയിലേക്ക് പോയാലും കടയിലേക്ക് പോയാലും എങ്ങോട്ട് പോയാലും രണ്ട് സഹോദരന്മാരും ഒന്നിച്ചാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം രണ്ടുപേരും എന്തോ തമാശ പറഞ്ഞ് പരസ്പരം പിണങ്ങുകയാണ്. രണ്ടുപേരും പരസ്പരം എന്തോ പറഞ്ഞ് പിണങ്ങി. രണ്ടുപേരും മിണ്ടില്ല. ഒരു ദിവസം കഴിഞ്ഞു, രണ്ടുപേരും മിണ്ടിയില്ല.
രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടുപേരും മിണ്ടിയില്ല. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നില്ല. അല്ലാ, ഇവരാരെന്നറിയോ? നിസ്സാരക്കാരായ ആളുകളല്ല. അള്ളാന്റെ ഹബീബ് തന്റെ തോളിൽ ചുമന്നിട്ടുള്ള, ആന കളിച്ചിട്ടുള്ള മക്കളാണ്. നബി തങ്ങൾ ഇങ്ങനെ ആനയെ പോലെ നിൽക്കും, രണ്ട് കൈയും കാലും ഇങ്ങനെ കുത്തി നിൽക്കും. അവർ രണ്ടുപേരും പുറത്ത് കയറിയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. വല്ലുപ്പയാകുന്ന മുത്തുനബിയുടെ പുറത്ത് ഈ രണ്ട് മക്കൾ, ആ ഹസൻ ഹുസൈൻ തങ്ങൾ. മുത്തുനബിയുടെ മോളാണ് ഫാത്തിമ, അലി ദമ്പതിമാരുടെ കരളാണ്. ഹസനും ഹുസൈനും വരവാണ്, നബിയുടെ ശിരസിൽ കയറി ഇരിപ്പാണ്. അങ്ങനെ രണ്ടുപേരും എന്തോ തമാശ പറഞ്ഞ് പിണങ്ങുകയാണ്. രണ്ടുപേരും 3 ദിവസമായിട്ട് മിണ്ടുന്നില്ല. ആ സമയത്ത് സഹോദരനാകുന്ന ഹുസൈൻ തങ്ങള് ഒരു കത്തെഴുതുകയാ. എന്താ കത്തിൽ പറയുന്നത്? യാ അഖീ അസ്സലാമു അലൈക്കും, എന്റെ പൊന്നു സഹോദരാ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. നമ്മൾ പരസ്പരം മിണ്ടിയിട്ട് 3 ദിവസമായല്ലോ. നമ്മുടെ വല്ലുപ്പയാകുന്ന മുത്തുറസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, 3 ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതിരിക്കുന്ന 2 പേര് അവരുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നമ്മുടെ വല്ലുപ്പ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ വീടിന്റെ പുറകിൽ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് മിണ്ടാന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം സഹോദരാ എന്ന് മഹാനായ ഹുസൈൻ തങ്ങളതാ ഒരു കത്തെഴുതി വെക്കുകയാ. ആ കത്ത് പൊട്ടിച്ച് വായിക്കുന്ന സഹോദരനാ ഹസൻ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാ, ഓടുകയാണ് വീടിന്റെ പുറകിലേക്ക്. നോക്കുമ്പോ സഹോദരനാകുന്ന ഹുസൈൻ തങ്ങൾ അവിടെ നിൽക്കുകയാ. രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാ, പൊരുത്തം ചോദിക്കുകയാ. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ, നമ്മുടെ വല്ലുപ്പയാകുന്ന അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതാണല്ലോ, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഭക്ഷണത്തിൽ വിശാലത വേണോ? ഏതെങ്കിലും ഒരാളുടെ ഭക്ഷണത്തിൽ വിശാലത വേണോ? അവന്റെ കുടുംബത്തിൽ ബറക്കത്ത് വേണോ? വയുൻസ ലഹു ഫീ അസരിഹി, പെടുന്നനെയുള്ള മരണങ്ങളുണ്ടല്ലോ, ആക്സിഡന്റ് വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുമല്ലോ, അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവൽ വേണോ? എന്താ ചെയ്യേണ്ടത്? ഫൽയസിൽ റഹിമഹു, അവരവരുടെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ, പിണക്കങ്ങൾ മാറ്റിക്കൊള്ളട്ടെ, എന്നാൽ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുമെന്ന് മുത്തായ റസൂൽ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും വളരെ ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്. റമദാൻ ഇതാ ഒരു ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോ കടന്നു വരികയാണല്ലോ. ആ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, പ്രത്യേകം ശ്രദ്ധിക്കണേ. പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വഴക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പൊരുത്തപ്പെടിയിപ്പിക്കണേ. എത്രയോ സുഖമാ നമ്മുടെ ഫോൺ എടുത്തിട്ട് അവന്റെ നമ്പറിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒന്ന് ടെക്സ്റ്റ് അയക്കാം, അല്ലെങ്കിൽ വോയിസ് വിടാം. എടാ, ഞാൻ അന്ന് പറഞ്ഞത് പൊരുത്തപ്പെടണോട്ടാ, എനിക്കൊരു പിണക്കവും ഇല്ല, നിനക്ക് പിണക്കൊന്നും ഇല്ലല്ലോ. ഒരു വോയിസ് വിട്ട് അവൻ അത് കണ്ടിട്ട് റിപ്ലൈ തരട്ടെ തരാതിരിക്കട്ടെ, അത് നമുക്ക് വിഷയമല്ല. നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. അപ്പൊ എന്താ നമ്മളിപ്പോ പറഞ്ഞ കാര്യം? ബറക്കത്തുണ്ടാവാൻ കുടുംബ ബന്ധം ചേർക്കുക, പിണക്കങ്ങൾ വേണ്ട. പിന്നെയോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ. ഭക്ഷണം കൊടുക്കലാണ്. ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന എത്രയോ വീട്ടുകാരുണ്ട്. അപ്പോ അതെ, ഒരു ഉസ്താദ് വരുന്നുണ്ട്, അപ്പോൾ ഭക്ഷണം കൊടുക്കണം. അതിനിപ്പോ എന്താ? കാക്ക ഏക്കും എന്നിട്ട് വീട്ടിൽ പോയി പറയും, അതെ ഉസ്താദ് വരുന്നുണ്ട്, അപ്പോൾ ഭക്ഷണം കൊടുക്കണം. അതിനിപ്പോ എന്താ? അവിടെ പോയിട്ട് അവിടെ ചപ്പാത്തി കമ്പനി ഉണ്ട്, ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ? ചപ്പാത്തി കമ്പനിയിൽ നിന്ന് ചപ്പാത്തി വാങ്ങി ചിലവിന് കൊടുക്കാനാണെങ്കിൽ ഉസ്താദിന് നേരിട്ട് പോയി ചപ്പാത്തി കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. അങ്ങനെ വാങ്ങുന്നത് തെറ്റാണെന്നല്ല, പക്ഷേ നമ്മുടെ ഉമ്മമാര് അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ വലിയ സന്തോഷമാണിത്. ഒരു ഉസ്താദ് വരുമ്പോൾ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അത് വലിയ ഖൈറാണ്, അത് വലിയ ബറക്കത്താണ്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഈ ബറക്കത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അതിന് നമ്മൾ ദുആ ചെയ്താൽ മാത്രം പോരാ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ,
ഞാൻ എന്റെ ജീവിതത്തിൽ നീ പറഞ്ഞ കൽപ്പനകളെല്ലാം നിർവഹിച്ചിട്ടുണ്ട്. നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിച്ചിട്ടുണ്ട്. നോമ്പ് പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വതക്ക കൊടുത്തിട്ടുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറഞ്ഞു, യാത്ര ചെയ്തിട്ടുണ്ട്. എന്നെ മകനെ അറുക്കാൻ പറഞ്ഞു, അതിന് ഞാൻ സന്നദ്ധനായിട്ടുണ്ട്. റബ്ബേ, ഇനി എന്തെങ്കിലും കാര്യം എന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന സമയത്ത് അല്ലാഹ് പറയുകയാണ്, ഇബ്രാഹിം നബിയേ, ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനുണ്ട്. എന്താണ് ആ കാര്യമെന്നറിയോ? ഒരു ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ ഇബ്രാഹിം നബിയേ. അതുകൊണ്ട് ആ കാര്യവും കൂടി നിങ്ങൾ ചെയ്താലാണ് നിങ്ങളുടെ ഇബാദത്തുകൾ പൂർണ്ണമാവുക. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്താളിച്ചു നിൽക്കുകയാ. അത്ഭുതപ്പെട്ടുകൊണ്ട് പടച്ചവനോട് ചോദിക്കുകയാണ്, യാ റബ്ബി വ അന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നിനക്ക് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം തരുക? നിനക്ക് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം തരുക? നീയാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്, ഞങ്ങൾക്ക് വെള്ളം നൽകുന്നത്, ഞങ്ങൾക്ക് വസ്ത്രം നൽകുന്നത്, എല്ലാം തരുന്നത്. തു അസലി ഹേ തു ബദലി ഹേ തെരാ നാം അലി ഹേ അലീം ഹേ. എല്ലാത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ്, നിനക്ക് ഞാൻ എങ്ങനെയാണ് റബ്ബേ ഭക്ഷണം തരുക? ആ സമയത്ത് അല്ലാഹു തആല ഈ മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നല്ലോ. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചല്ലോ, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിട്ടും നിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കാതിരുന്നല്ലോ ഇബ്രാഹിം നബിയേ. ആ മനുഷ്യനെങ്ങാനും നിങ്ങൾ ഉള്ള ഭക്ഷണം കൊടുത്തവനെ സന്തോഷിപ്പിച്ചിരുന്നെങ്കിൽ അതെനിക്ക് ഭക്ഷണം നൽകിയത് പോലെയായിരുന്നുവെന്ന് അല്ലാഹു ഇബ്രാഹിം നബിയോട് പറയുന്ന സമയത്ത് ഓട്ടം അതാ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയാ. ഇബ്രാഹിം നബി ഓടുകയാണ്. അതാ പന്റെ പരിസരത്തുള്ള വീടുകളൊക്കെ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ ആ 2 ദിവസം മുമ്പ് കണ്ട അത് പരിശുദ്ധമായ ഈ ദീനിന്റെ ഏറ്റവും വലിയ മുഖമുദ്രയാ. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കണ്ടോ, ബിസ്ക്കറ്റ്, ചായ വരുന്നു. നാളത്തെ പരിപാടിയിൽ അല്ലെ, എപ്പോ നമ്മൾ പരിപാടി വെച്ചാലും അല്ലെ ഭക്ഷണം കൊടുക്കും, അല്ലെ കൊടുക്കും. അൽഹംദുലില്ലാ, നബിദിനത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ റാത്തീബുകളൊക്കെ വെച്ചാൽ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് ബറക്കത്തുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ബറക്കത്ത് കിട്ടുന്ന കാര്യം. ഇനി അൽഹംദുലില്ലാ, നിങ്ങൾ ആ പ്രസംഗം കേട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ മക്കളെ കൊണ്ട്, ഇപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞത്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് സമയം പോലെ ഇടാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അല്ലാഹു ഖൈറും സലാമത്തും റാഹത്തും കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.